ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. LDF എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. ചന്ദ്രാപിന്നി മേഖലയിൽ നിന്നുള്ള റാലി ഹലുവ തെരുവിൽ നിന്നും, എടത്തിരുത്തി മേഖലയിൽ നിന്നുള്ള റാലി എടത്തിരുത്തി ബസാറിൽ നിന്നും ആരംഭിച്ച് പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു. പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് വരുത്താൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വരുത്തിച്ച നായകൻ സഖാവ് രാജിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം തുടർന്ന് നടന്ന പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് നമ്മുടെ ഭാവി കേരളത്തെ മുൻനിർത്തി നടക്കുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പായിട്ട് വേണം നമ്മൾ കാണാൻ. കേരളം
കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് 1957 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയ കാലം മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകൾ തുടർന്നു വന്ന ഒരു നവകേരള സങ്കല്പം നമുക്കുണ്ടായിരുന്നു. അതായത് 57 ഗവൺമെന്റിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഒരു പുതിയ കേരളത്തിന് വേണ്ടിയിട്ടുള്ളൊരു കർമ്മ പദ്ധതി തയ്യാറാക്കിയ പാർട്ടിയാണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 57 അധികാരം കിട്ടിയപ്പോൾ നമ്മൾ നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും നയങ്ങളും നിയമനിർമ്മാണങ്ങളുമെല്ലാം നമ്മുടെ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകൾ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റിനെ എങ്ങനെയാണ് അതിൻ്റെ മാതൃകാപരമായ വികസനം സാധ്യമാക്കുക എന്ന സങ്കല്പത്തോടു കൂടി നാം ആരംഭിച്ച പ്രയാണമാണ്. പി കെ ഷാജു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി കെ കെ വത്സരാജ്, നേതാക്കളായ കെ വി രാജേഷ്, മുഹമ്മദ് ചാമക്കാല, വി കെ ജ്യോതിപ്രകാശ്, മഞ്ജുള അരുണൻ, എ വി സതീഷ്, ഷീന വിശ്വൻ, സി ബി അബ്ദുൾ സമദ്, ബൈന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പറഞ്ഞു ആ ആപ്പ് ഇപ്പോൾ കാണാനില്ല. എന്തൊരു നാണക്കേടാണിത്. നിങ്ങൾ സുതാര്യമായി നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ആരംഭിച്ച ആപ്പയുടെ സതീശൻ പറയണം, എന്തിനാ നിങ്ങൾ അത് മുക്കിയത്? ഈ ഫണ്ട് മുക്കിക്കൊണ്ട് ഈ കേരളത്തിൽ ഇതുവരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടില്ലാത്ത മൃതദേഹത്തെ വിൽപ്പന ചരക്കാക്കുന്ന ശവത്തിന് വില പറഞ്ഞ് നിങ്ങൾ അത് കട്ടെടുക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ മാറിയില്ലേ? എല്ലാ കാലത്തും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതെല്ലാം വളരെ നല്ലതുപോലെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൻ്റെ നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സാമ്പത്തികമായും മറ്റു രീതിയിലും നല്ലതുപോലെ ഞെരുക്കാൻ ശ്രമിക്കുകയുണ്ടായി. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ. ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.